ശ്രീ ബാലകൃഷ്ണൻ, ഇന്നലെ ഈ രാജീവ് ചന്ദ്രശേഖർ പാർട്ടി ഓഫീസിൽ വന്ന് മറ്റ് നേതാക്കളെയൊക്കെ വിളിച്ചിരുത്തി തെരഞ്ഞെടുപ്പ് ഫലം കാണുന്നത് പോലെ വലിയ ആവേശത്തിൽ മാധ്യമങ്ങളൊക്കെ അറിയിച്ച് അവിടെ നിന്ന് ഈ ബജറ്റ് പ്രസംഗം കേട്ടതാണ്. തൊട്ട് പിന്നാലെ വലിയ പ്രഖ്യാപനം വരുന്നു, അതിന് പിന്നാലെ പുറത്ത് വന്ന് മാധ്യമങ്ങളോട് ഇതെല്ലാം പറയുന്നു എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പ്രധാനമന്ത്രി വന്നിട്ട് പോയതല്ലേ, എന്തായാലും കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചു. ശരിക്കും വെട്ടിലായി പോയത് ഒന്നും ന്യായീകരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്ന അവസ്ഥയല്ലേ കേരള BJP നേതാക്കൾക്ക്? സാർ, കിരൺ സാർ നമസ്കാരം. നമസ്കാരം. സാറിന് വലിയ മൂഡിലാണല്ലോ. ഞാൻ മൂഡിന് എന്താണ് എന്റെ കുഴപ്പം? എനിക്ക് എന്താണ് കുഴപ്പം? അല്ല NDA സർക്കാരിനെ താറടിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. NDA സർക്കാരിനെ താറടിക്കാൻ അവസരം കിട്ടിയാൽ NDA സർക്കാരിനെ താറടിക്കാൻ യോഗ്യരാണെങ്കിൽ അങ്ങനെ താറടിക്കേണ്ടി വരും. അല്ല സാർ, അത് പബ്ലിക്കിന് വിടൂ. പബ്ലിക്കിന്റെ അഭിപ്രായമല്ലേ ചോദിക്കുന്നത്? പബ്ലിക്കിന്റെ അഭിപ്രായം പറയട്ടെ. അത് ഇലക്ഷനിൽ കൂടിയല്ലേ സാർ പറയുക. അതിന് ക്ഷമ കാണിക്കൂ. അതിന് ക്ഷമ കാണിക്കുന്നതിന് ഓരോ വിഷയം വന്നിട്ട് പബ്ലിക്ക് അന്നേരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതിയോ? ഇപ്പൊ താങ്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. താങ്കൾക്ക് അതല്ല, കേരളത്തിന് എല്ലാ പരിഗണനയും ഉണ്ടായിരുന്നു എന്ന് താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. അല്ല, ഇത് 11 വർഷമല്ലേ ആയിട്ടുള്ളൂ NDA സർക്കാർ. 11 ആയല്ലോ, അതൊരു ചെറിയ വർഷമല്ല. ഒരുത്തരെ പരീക്ഷിക്കുന്നതിന്റെ അങ്ങേയറ്റമാണ്. അതിനു മുമ്പൊക്കെ ഇവിടെ പല ബഡ്ജറ്റും പല കാര്യങ്ങളും നടന്നല്ലോ. നാളികേര കർഷകനും റബ്ബർ കർഷകനും ഇവിടെ എന്തൊക്കെ ആനുകൂല്യം കിട്ടുമെന്ന് ന്യൂസ് 18 ചാനലിലൊന്ന് പറയാമോ? ഒന്ന് പബ്ലിക്കിനോട് പറയാമോ? ഇപ്പോൾ കിട്ടിയ 11 വർഷമായി, 1 വർഷമോ 2 വർഷമോ, ഇനി എല്ലാ കാര്യത്തിലും ഇല്ല നെഹ്റുവിന്റെ കാലത്തെ കുഴപ്പമാണെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയല്ലേ ഇത്? 11 വർഷം ഭരിക്കുന്ന ഒരു സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 11 വർഷമല്ലേ ഞങ്ങളായുള്ളൂ, ഇനി എന്നൊരു 100 വർഷം കഴിഞ്ഞ് പ്രഖ്യാപിക്കാവുന്നതാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്നാൽ ഞാൻ പറയുന്നത് കേട്ടു, NDA സർക്കാരിന് സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നൊരു മുദ്രാവാക്യമുണ്ട്. പക്ഷെ ആ സബ്കെക്കകത്തും സബ്കെ സാത്തിനകത്തും കേരളം ഇല്ലാതെയുള്ള സബ്കെ സാത്താണ്. സാർ പറയാൻ അനുവദിക്കണം. പറഞ്ഞോളൂ. ഈ മോഡി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എത്രയോ മെഡിക്കൽ കോളേജുകൾ അതിനുശേഷം ബജറ്റ് പറഞ്ഞിട്ടാണോ അവിടെ പാസ്സാക്കിയത്? എയർപോർട്ട് ഉണ്ടാക്കി, എയർപോർട്ട് അത് ബജറ്റ് പ്രഖ്യാപിച്ചിട്ടാണോ? പിന്നെ സുരേഷ് ഗോപിയെ തോണ്ടാനാണ് മെനക്കെടുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്റെ അടുത്ത 5 വർഷത്തിനിടയിൽ എയിംസ് കേരളത്തിൽ കൊണ്ടുവന്നു. അങ്ങനെയൊന്നുമല്ല സുരേഷ് ഗോപി പറഞ്ഞത്. എയിംസ് വരും, എന്തോ ഒരു പുറത്തു പറയാൻ കഴിയാത്ത രീതിയിൽ മോനെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് മോനെ എന്നെല്ലാം പറയും, ഡേഷ് മോനെ എന്നും പറയൂ. അത്രയൊക്കെ പറഞ്ഞ ആളിപ്പോ മിണ്ടാനില്ലല്ലോ. അദ്ദേഹം ഇപ്പോ മന്ത്രിയാ, കേന്ദ്രമന്ത്രിയാ. കേന്ദ്രമന്ത്രിക്ക് മറുപടി വേണ്ടേ? ഇവിടെ വന്ന് തള്ളിയിട്ട് പോയാൽ മതിയോ? 1 വർഷമേ ആയിട്ടുള്ളൂ. 25 വർഷമൊന്നും ആയിട്ടില്ല അദ്ദേഹം മന്ത്രിയായിട്ട്. 1 വർഷമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന് 5 വർഷത്തിനുള്ളിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കും. ഈ നദ്ദ 2014 ഇത് പ്രഖ്യാപിച്ചത് ആദ്യം കേരളത്തിന് എയിംസ്. ഇപ്പൊ 2026 എല്ലാവരും പ്രഖ്യാപിക്കും. താങ്കളുടെ ചൊറിച്ചിലൊന്നും വേണ്ട. എന്റെ ചൊറിച്ചിൽ കേരളത്തിന് കിട്ടാത്തപ്പോൾ എനിക്ക് ചൊറിയും. ശ്രീ ബാലകൃഷ്ണൻ, എനിക്ക് കേരളത്തിന് പൊതുവായി കിട്ടേണ്ട അർഹതപ്പെട്ട ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ചൊറിയും. താങ്കൾക്ക് ചൊറിയാത്തത് എന്റെ കുറ്റമല്ല. അത് എനിക്ക് ചൊറിയും കേരളത്തിന് കിട്ടിയില്ലെങ്കിൽ, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ബാലകൃഷ്ണൻ ആ ചൊറിച്ചിലിനെ ഒരു മനോഹരമായ തലോടലായി തോന്നുന്നെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. അത് മറ്റുള്ളവരെ പോലെയല്ല. ന്യൂസ് 18 ചൊറിയണ്ട. ഞങ്ങളല്ല ആരായാലും കേരളത്തിന് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യും. അതിന് പ്രത്യേകിച്ച് ബാലകൃഷ്ണന്റെ അനുമതി ഒന്നും വേണ്ട. ബാലകൃഷ്ണൻ അക്കാര്യത്തിൽ കേരളത്തിന് കിട്ടേണ്ടതല്ല കിട്ടിയെന്ന് പറയാൻ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. ഈ സുരേഷ് ഗോപിക്ക് 4 വർഷം, ബഹുമാന്യ സുരേഷ് ഗോപിക്ക് 4 വർഷം ബാക്കിയുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കാൻ 4 വർഷത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കും. ചൊറിയണ്ട, ന്യൂസ് 18 ചാനൽ ചൊറിയണ്ട. താങ്കൾ സ്വയം ചൊറിഞ്ഞുകൊണ്ടിരുന്നോളൂ. ശ്രീ ബാലകൃഷ്ണൻ, അങ്ങനെയുള്ള ആളാണെങ്കിൽ അങ്ങനെ തന്നെ പറയണമായിരുന്നു. ഇനി അടുത്ത 5 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഞാൻ കൊണ്ടുവരാം, ശ്രമിക്കാം എന്ന് പറയണമായിരുന്നു. ഇത്ര വലിയ തള്ളു മറ്റേ മോനെ എന്ന് പറഞ്ഞുള്ള തള്ളൊന്നും വേണ്ടായിരുന്നു. കേരളത്തിലെ MBA കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താണ്? വട്ടമടയിൽ സ്വന്തം മകളുടെ ടെസ്റ്റിൽ നിന്നും 8 വീടുകൾ അനുവദിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി. അതിനേതാണ്ട് വലിയ കാര്യമാണ്. ഇതിലും കൂടുതൽ വ്യവസായികളൊക്കെ ഇതിൽ കൂടുതൽ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. സ്വന്തമായി കാശുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. കാശുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ കൊടുത്താൽ അതിന്റെ നേട്ടം പലതരത്തിലുള്ള PR വർക്കായി നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. അല്ലാതെ രഹസ്യമായിട്ടുണ്ട് ഇടത്തെ കൈ കൊടുക്കുന്നു, വലത്തെ കൈ കൊടുക്കുന്നു, ഇടത്തെ കൈ അറിയാതെ കൊടുത്തോന്നല്ലോ. അതെല്ലാം നേട്ടമാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കൊടുത്തതിന്റെ കഥയൊന്നും കൂടുതൽ പറയണ്ട ബാലകൃഷ്ണൻ. BJPക്ക് കേരളത്തിൽ ഒറ്റ സീറ്റും കിട്ടുന്നില്ല പറയുന്നില്ലേ? ശരി, ഓക്കെ, എന്തായാലും നല്ലത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ BJP നേതാക്കൾ ശരിക്കും വെട്ടിലാവുന്ന ഒരു അവസ്ഥയായില്ലേ ഇന്നലെ? നമസ്കാരം. നമസ്കാരം. ഇന്നലെ സാർ കമന്റ് വായിക്കാൻ പോണെന്ന് പറഞ്ഞ് നോക്കിയപ്പോ കമന്റ് ബോക്സിൽ മൊത്തം ജയകുമാറിന്റെ കമന്റാണ് കിടന്നത്. എന്നിട്ട് അത് കണ്ടുകൊണ്ടാണ് ഇട്ടിട്ട് പോയത്. അത് എന്റെ കമന്റ് അല്ല.
ഞാനത് അറിയിച്ച ആരുടെ കമന്റ് എന്ന് നോക്കാം. സാധാരണ ഗതിയിൽ ചില ജയകുമാർ തെറിയൊക്കെ എഴുതുന്ന ആൾക്കാരുടെ ജയകുമാർ കമന്റ് ചിലപ്പോൾ കാണുമ്പോൾ ഒഴിവാക്കും, അല്ലാത്ത കമന്റുകളൊന്നും ഒഴിവാക്കും. ഇന്നലെ ജയകുമാർ മാത്രമേ കമന്റ് ഉള്ളുമായിരുന്നു. പക്ഷെ വായിക്കാൻ മറന്നു വെച്ചിട്ട് ഒരെണ്ണം പോലും വായിച്ചില്ല. ആ ജയകുമാർ ഞാനല്ല, ശ്രീ ജയകുമാർ. ആ ജയകുമാർ ഞാനല്ല. ഞാൻ എന്നിട്ട് സാറിന് മനസ്സിലാവാൻ വേണ്ടി നമസ്കാരം എന്ന് പറഞ്ഞൊരു കമന്റ് താഴെ ഇട്ടിരുന്നു. അപ്പൊ ആ നമ്പർ നോക്കുമ്പോൾ അറിയായിരുന്നു, എന്റെ ID നോക്കുമ്പോൾ സാറിന് അറിയായിരുന്നു. അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പ്രയാസമാണ് ജയകുമാർ. നമ്മൾ ഈ വേഗത്തിൽ നോക്കുമ്പോൾ കാണുന്നത് പെട്ടെന്ന് വായിക്കുന്നത് അത്രേ ഉള്ളൂ. എന്നാലും താങ്കൾ അഭിപ്രായം പറയും. അതുകൊണ്ട് സാറേ, ഈ 11 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച കേസാണ് ഇത്. ഇനിയും സുരേഷ് ഗോപിക്ക് 4 കൊല്ലം കൂടി ഉണ്ടെന്ന് പറയുന്നത് ഈ 11 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി പരിപാടിയാണിത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.